പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. നീണ്ടകരയിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, ഏകദേശം 13 ദിവസം ആയിരിക്കുകയാണ് ഈ ഗൗതം കൃഷ്ണയെ കാണാതായിട്ട്. നിലവിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തെരച്ചിലിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനന്തു, നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കോസ്റ്റ് ഗാർഡ്. ഇന്ന് 2 ഹെലികോപ്റ്ററുകളാണ് കടലിൽ തെരച്ചിൽ നടത്തിയത്. രാവിലെ അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയ ഹെലിപ്പാഡിൽ ഇന്ധനം നിറച്ച ശേഷമാണ് ഹെലികോപ്റ്റർ വീണ്ടും തെരച്ചിലിനായി പറഞ്ഞത്. 11:30 കൊച്ചിയിൽ നിന്നും കോസ്റ്റ് ഗാർഡിന്റെ 2 ഹെലികോപ്റ്ററുകളാണ് ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിലിനായി കൊല്ലത്തെത്തിയത്. കടൽ നിരീക്ഷണം, രക്ഷാപ്രവർത്തനം തുടങ്ങിയ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ധ്രുവ് ഹെലികോപ്റ്ററാണ് ആദ്യം തെരച്ചിൽ നടത്തിയത്. തുടർന്ന് കടലിലെ രക്ഷാപ്രവർത്തനം, നിരീക്ഷണം, മെഡിക്കൽ ഇവാക്വേഷൻ തുടങ്ങിയ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചേതക്കും തെരച്ചിലിനായി എത്തി. ഈ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ ചേതക് ഹെലികോപ്റ്റർ ഇറക്കി ഇന്ധനം നിറച്ച ശേഷമാണ് വീണ്ടും കടലിലേക്ക് പറഞ്ഞത്. നേരത്തെ തെരച്ചിൽ നടത്തിയ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുകൾക്ക് കൊല്ലത്ത് ലാൻഡ് ചെയ്യാനും ഇന്ധനം നിറയ്ക്കാനും സൗകര്യമില്ലാതിരുന്നത് തെരച്ചിലിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്ത് അടിയന്തരമായി ഹെലിപ്പാഡ് ഒരുക്കിയത്. ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ഹെലിപ്പാഡ് ഉണ്ടാക്കിയത്. എന്തായാലും ഗൗതം കൃഷ്ണയ്ക്കായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. 13 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ജൂലൈ 31-നാണ് ഈ വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി 3 പേരെ കാണാതായതും അതിൽ 2 പേരുടെ മൃതശരീരം അടുത്ത ദിവസങ്ങൾ കിട്ടുകയും എന്നാൽ 26 വയസ്സുകാരനായ ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടകരമായ കാര്യം. ശ്രീകുമാർ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ 13 ദിവസമായി എന്നത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ ആദ്യ മണിക്കൂറുകൾ നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഈ ഗോൾഡൻ അവേഴ്സിൽ നടത്തിയ തിരച്ചിലിലെ ഒരു കുറവ് വളരെ വലിയ ഒരു വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അനന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഒരു അപകടം നടന്ന രക്ഷാപ്രവർത്തനത്തിലെ ആദ്യത്തെ മണിക്കൂറുകൾ എന്ന് പറയുന്നതാണ് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. ആ മണിക്കൂറുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഇതിനൊരു ഫലം കിട്ടൂ എന്നുള്ളതാണ് ഈ അനുഭവങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ ഈ ഗൗതം കൃഷ്ണയുടെ അപകടം നടന്ന സമയത്ത് 2 പേരെ അടുത്ത ദിവസം കിട്ടിയെങ്കിലും ആ സമയങ്ങളിൽ കാര്യമായ തെരച്ചിൽ നടത്തിയില്ല എന്നുള്ള വീട്ടുകാർ പരാതിപ്പെടുന്നത്. ഇതുതന്നെയാണ് അവിടെ എത്തുന്ന മന്ത്രിമാരും അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരുടെ ഇടയിലുമൊക്കെ വീട്ടുകാർ പങ്കിടുന്ന കാര്യം. ഇത് അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ തെരച്ചിലിന്റെ സമയത്ത് കടൽക്ഷോഭം കൂടുതലായിരുന്നു, അല്ലെങ്കിൽ കടൽ തിരമാലകൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് മോശപ്പെട്ട കാലാവസ്ഥയെ തുടർന്നാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. എന്നാൽ പോലും അവിടെ ഒരു അലംഭാവം അല്ലെങ്കിൽ ഒരു ചെറിയ സാങ്കേതികത്വം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ 6ാമത്തെ ദിവസം ഈ രേഷ്മ, അതായത് ഗൗതം കൃഷ്ണയുടെ മാതാവ്, കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധം കടുപ്പിച്ചതോടെയാണ് കൂടുതൽ തെരച്ചിൽ ഊർജിതമാക്കിയത്. തുടർന്നാണ് മറ്റ് സൗകര്യങ്ങളൊക്കെ നേവിയുടെയും അതുപോലെ കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ സൗകര്യങ്ങളോടുകൂടി തെരച്ചിൽ പുനരാരംഭിച്ചത്. എന്നാൽ INS കൽപ്പേന്തി അടക്കമുള്ള കപ്പലിൽ നങ്കൂരമിട്ട് തന്നെയാണ് ഈ ഒരു തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. എന്നാൽ പോലും ഈ വള്ളം മറിഞ്ഞ സ്ഥലത്തിൽ വല കണ്ടെത്തിയ സ്ഥലത്തൊക്കെ കൂടുതൽ ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് ഇവർ തെരച്ചിൽ നടത്തിയ പ്രത്യേകം, അതായത് കപ്പലിലുള്ള നാവികസേനയുടെ പ്രത്യേക സ്കൂബ ഡൈവിംഗ് സംഘവും ഹെലികോപ്റ്ററുകളും പോർട്ടബിൾ സോണാർ സാങ്കേതികത ഉപയോഗിച്ചാണ് വെള്ളത്തിനിടയിലുള്ള പരിശോധനകൾ നടത്തുന്നത്. ഒപ്പം തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളും ഇവർക്കൊപ്പം പങ്കെടുത്തുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ മന്ത്രിസഭാ യോഗമാണ്. മന്ത്രിസഭാ യോഗത്തിൽ ഇവർക്ക് വേണ്ട സഹായങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവർക്ക് വേണ്ട ഈ അഥവാ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടാൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീഡിംഗ്, അത് ഉടൻ തന്നെ നടപ്പിലാക്കും. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടായില്ല. അപ്പോൾ കോസ്റ്റൽ പോലീസിന്റെ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ന കാര്യവും ഈ മന്ത്രിമാരൊക്കെ പറയുണ്ടായി. ശരി. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 13 ദിവസത്തിന് ശേഷം തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ ഇപ്പോൾ മന്ത്രിസഭായോഗമുണ്ട്. കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നതിലും പ്രതീക്ഷയുണ്ട്. ശ്രീകുമാറായിരുന്നു കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.